ചില വ്യക്തികൾ മുക്തിക്ക് വേണ്ടി സന്യാസ ദീക്ഷ എടുക്കും. സന്യാസ ദീക്ഷ എടുത്തതിന് ശേഷം കുറേ കാലം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവന് ഒരുപാട് ലാഭ, സത്കാരം, പ്രസിദ്ധി ഇതെല്ലാം കിട്ടും. അവർക്ക് ചിലപ്പോൾ ഒരുപാട് ധനങ്ങൾ കിട്ടും. എല്ലാ ആൾക്കാരും അവരെ പൂജിക്കാൻ തുടങ്ങും. വളരെ പ്രസിദ്ധരാകും. അതിൽ അവർ വളരെ സന്തോഷിക്കും. നോക്കൂ, ഞാൻ സന്യാസിയെ, എനിക്ക് എത്രയോ ലാഭ, സത്കാര, പ്രസിദ്ധി കിട്ടി. അത് പറഞ്ഞ് സ്വയം അവർ അഹങ്കരിക്കാൻ തുടങ്ങും. ബാക്കിയുള്ളവരെ നിന്ദിക്കാൻ തുടങ്ങും. നോക്കൂ, ബാക്കിയുള്ളവർ സന്യാസിയാണ്, അവർക്കൊരു കാര്യമില്ല, എനിക്കാണ് എല്ലാ കാര്യവും. ഇങ്ങനെ പറയുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ നാശം അവിടെ തുടങ്ങി. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഭിക്ഷു സന്യാസി ദീക്ഷ എടുത്തത്? മുക്തി, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ വ്യക്തി ഈ ലാഭസത്കാര പ്രസിദ്ധിയിൽപ്പെട്ടു. അതിനുശേഷം ആ വ്യക്തി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അതിൽ തന്നെ ആ വ്യക്തി നിന്നു. ആ വ്യക്തിയുടെ ജീവിതം അതോടുകൂടി തീർന്നു. കാരണം അതിനുശേഷം മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യം ആ വ്യക്തി മറന്നു. ഈ ലാഭസത്കാര പ്രസിദ്ധിയിൽ ആ വ്യക്തി ആനന്ദിതനായി. അതിനുശേഷം ആ വ്യക്തിയുടെ പ്രോഗ്രസ് ഇല്ലാതായി. ഇങ്ങനെയാണ് ഒരുപാട് മഹാപുരുഷന്മാർ അധപ്പതിച്ചത്.